ചില സിനിമകൾക്കൊടുവിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് എഴുതി കാണിക്കാറില്ലേ? അതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ ഞെട്ടലാകും ആ ഒരൊറ്റ വാചകം നമുക്ക് നൽകുക. 10-20 കൊല്ലം മുൻപ് വടക്കുനോക്കി യന്ത്രവും തലയണ മന്ത്രവും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ സംവിധാനം ശ്രീനിവാസൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ എനിക്കുണ്ടാകാറുള്ളതും ഏറെക്കുറെ സമാനമായ ഞെട്ടലാണ്. അത്രയേറെ സെൽഫ് ട്രോളാണ് ശ്രീനിവാസൻ ഓരോ സിനിമയിലും സ്വന്തം കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സംവിധാനവും തിരക്കഥയും അഭിനയവും ഒരുമിച്ച് ചെയ്യുന്നവരൊക്കെ നന്മ കിനിയുന്ന നായകന്മാരായി തന്നെ സിനിമയിലെത്തുന്ന കാലമാണെന്ന് ഓർക്കണം. അക്കാലത്താണ് സംശയരോഗിയായ ഭർത്താവായും ഭാര്യയുടെ വാക്ക് കേട്ട് അബദ്ധത്തിലേക്ക് കൂപ്പുകുത്തുന്നയാളായും ജോലി ചെയ്യാൻ മടിയുള്ള അതിനുവേണ്ടി 100 എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ആളായുമൊക്കെ സ്വന്തം സിനിമകളിൽ ശ്രീനിവാസൻ എത്തിയത്. മലയാളത്തിൽ അത്രയേറെ ചങ്കൂറ്റമുള്ള മറ്റാരുമില്ലെന്ന് സംശയമില്ലാതെ പറയാം. നന്നായി പാടാൻ അറിയാത്ത, കൺവെൻഷണൽ മലയാളി നായകന്റെ അത്ര സൗന്ദര്യമില്ലാത്ത, അസാധാരണ ശേഷികളൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ ലോകത്തുള്ള സകല പുച്ഛവും ചിലപ്പോൾ നിസ്സംഗതയും എല്ലാം കൂടി വാരിപ്പൂശിക്കൊണ്ടുള്ള 1-2 ഡയലോഗ് മാത്രം മതി അയാൾക്ക് ആ സിനിമയെ മുഴുവൻ ഹാക്ക് ചെയ്യാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വയം അറിയാതെയാണ് ഇക്കണ്ട മലയാളികളെല്ലാം ശ്രീനിവാസന്റെ ഫാനായി മാറിയത്. മിഥുനത്തിലെ ചങ്കു പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരൻ, വടക്കുനോക്കി യന്ത്രത്തിലെ ഉള്ളിലുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്ത തളത്തിൽ ദിനേശൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ അനുരാഗിയായ തട്ടാൻ, ചിത്രത്തിലെ സ്വന്തം കുടുംബത്തിനു വേണ്ടി കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്ന ഭാസ്കരൻ നമ്പ്യാർ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, അങ്ങനെ മലയാളികൾ സ്വയമറിയാതെ സ്നേഹിച്ചു പോയ അനവധി കഥാപാത്രങ്ങൾ. സ്വയം പരിഹസിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും ശ്രീനിവാസൻ ലക്ഷ്യം വെച്ചിരുന്നത് ഈ സമൂഹത്തെ തന്നെയായിരുന്നു. മലയാളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ അപ്പാടെ പരിഹസിച്ചുകൊണ്ടുള്ള സന്ദേശം ഒരിക്കൽ വൻതോതിൽ പ്രശംസിക്കപ്പെട്ടതും ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ കാലം പോയപ്പോൾ അരാഷ്ട്രീയവാദി എന്ന പട്ടവും അതേ സിനിമ ശ്രീനിവാസന് മേൽ ചാർത്തിക്കൊടുത്തു എന്നതാണ് സത്യം. ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ എന്ന കഥാപാത്രത്തെ മലയാളികൾ മനസ്സിലേറ്റി. പക്ഷേ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലെത്തിയതോടെ വിമർശനത്തിന്റെ കൂരമ്പുകൾ ശ്രീനിവാസന് നേരെയും എത്തി. അതുപോലെ തന്നെ അലോപ്പതിയെ വിമർശിച്ചതും വലിയ വിവാദമായി മാറി. പക്ഷേ മരുന്നുകളോടല്ല, ചികിത്സാ രീതികളോടാണ് തനിക്ക് പ്രശ്നമെന്ന് ശ്രീനിവാസൻ അതിൽ വിശദീകരണം നൽകിയിരുന്നു. മനസ്സിലുള്ളതെല്ലാം മുഖം നോക്കാതെ വെട്ടി തുറന്നു പറയുന്നതായിരുന്നു ശ്രീനിവാസന്റെ വ്യക്തിത്വം. അതുകൊണ്ട് നിരവധി പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ അദ്ദേഹം എന്നും നിലപാടുകളിൽ ഉറച്ചു നിന്നു. മലയാള സിനിമയിൽ ശ്രീനിവാസൻ ഒരു വിന്നിംഗ് ഫാക്ടറായിരുന്നു. ഇനി എത്ര നാൾ കഴിഞ്ഞാലും എത്രയെത്ര സിനിമകൾ വന്നാലും സ്ക്രീനിൽ ശ്രീനിവാസൻ എത്തുമ്പോൾ മലയാളികളുടെ ചുണ്ടിൽ വിരിയുന്ന നേർത്ത ചിരി വാടാതെ തുടരും.